അഫ്ഗാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്താക്കിക്ക് ആതിഥ്യം വഹിച്ചുകൊണ്ട് ന്യൂഡൽഹി തുടക്കമിട്ട ജാഗ്രതയോടുള്ള ഇടപെടലുകൾ ഈ സാഹചര്യത്തിൽ ഏറെ അസ്വസ്ഥമാക്കുന്നത് പാകിസ്ഥാനെ തന്നെയാണ്. അതുകൊണ്ടാണ് മുത്താക്കി ഇന്ത്യയിലായിരിക്കെ പാകിസ്ഥാൻ പട്ടാളം അതിർത്തി കടന്ന് കാബൂളിൽ ബോംബാക്രമണം നടത്തിയത്. പക്തൂൺ വിഘടനവാദി നേതാവിന്റെ കാബൂളിലെ ഒളിത്താവളം ലക്ഷ്യം വെച്ചായിരുന്നു ഈ ബോംബാക്രമണം എന്നാണ് അവർ അവകാശപ്പെട്ടതെങ്കിലും ഇന്ത്യ അഫ്ഗാൻ പുതുബാന്ധവത്തിൽ അവർക്കുള്ള വിയോജിപ്പിന്റെ ഉദാഹരണമായി കൂടി ഇതിനെ വ്യാഖ്യാനിക്കാം. പാകിസ്ഥാൻ പട്ടാളക്കാർക്ക് കനത്ത നാശം വിതച്ച് തിരിച്ചടിച്ചതായി താലിബാൻ അവകാശപ്പെടുകയും ചെയ്തു. ഡ്യൂറന്റ് രേഖയെ അഫ്ഗാൻ പാകിസ്ഥാനുമിടയിലുള്ള നിയമാനുസൃത അതിർത്തിയായി അംഗീകരിക്കില്ല എന്ന കാര്യത്തിൽ മുൻപുണ്ടായിരുന്ന ഏത് അഫ്ഗാൻ ഭരണകൂടത്തെയും പോലെ ഉറച്ച നിലപാടിലാണ് താലിബാനും. ഇപ്പോൾ തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാന്റെ കൊടിക്കീഴിലാണെന്നിരിക്കെ പഷ്തൂണുകൾ ഖൈബർ പഖ്തൂൺഖയിൽ നടത്തിവരുന്ന കടുത്ത കലാപങ്ങൾക്ക് കാബൂൾ ഭരണകൂടത്തിന്റെ അത്ര നിശബ്ദമല്ലാത്ത പിന്തുണയുമുണ്ട്. തെക്കൻ പാകിസ്ഥാൻ ഭാഗത്ത് താലിബാൻകാരുടെ ആക്രമണമാണെങ്കിൽ ലാഹോർ ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ തെഹ്രീക്ക് ലബായിക് എന്ന ഭീകര സംഘടനയും അസീം മുനീറിനും ഷെഹബാസ് ഷെരീഫിനും തലവേദനയാകുന്നു. തുടർച്ചയായ ആക്രമണങ്ങളിൽ പാക് സൈനികർക്കും വൻതോതിൽ നാശനഷ്ടങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. ഒരു കാലത്ത് പാക് സൈന്യത്തിന്റെ പങ്കാളിയായാണ് TLP അറിയപ്പെടുന്നതെങ്കിലും ഒക്ടോബറിൽ പാക് സർക്കാരിനും സൈന്യത്തിനുമെതിരെ ശക്തമായ പ്രതിഷേധങ്ങളാണ് TLP നടത്തുന്നത്. ഇതോടെ അസീം മുനീറിൽ നിന്നും TLP അകലുകയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. തിങ്കളാഴ്ച ലാഹോർ നഗരത്തിൽ ഇസ്രായേലിനെതിരെ പ്രതിഷേധ പ്രകടനം നടത്തിയ TLP പ്രവർത്തകർക്കെതിരെ പാക് സൈന്യം നടത്തിയ വെടിവയ്പിൽ 200 പേർ കൊല്ലപ്പെട്ടു. TLP നേതാവ് ഹഫീസ് സാദ് ഹുസൈൻ റിസ്വിക്ക് വെടിയേറ്റിട്ടുണ്ട്. പാക് ആഭ്യന്തരമന്ത്രി മൊഹസിൻ നഖ്വിയും പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫും TLP നേതാവ് സാദ് റിസ്വിക്ക് വെടിയേറ്റതിനെ തുടർന്ന് സുരക്ഷാ സാഹചര്യങ്ങൾ വിലയിരുത്തി വരികയാണ്. TLPയുടെ അടുത്ത അമീറാണ് സാദ് റിസ്വി. അദ്ദേഹത്തെ വെടിവെച്ച പാക് പട്ടാളത്തിനെതിരെ തീർച്ചയായും വൻ കലാപം അടുത്ത ദിവസം പ്രതീക്ഷിക്കാം. സാദ് ഹുസൈൻ റിസ്വി ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. ഇതോടെ കൂടുതൽ ശക്തമായി പാക് പട്ടാളത്തിനും സർക്കാരിനുമെതിരെ ആഞ്ഞടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് TLP പ്രവർത്തകർ. പാകിസ്ഥാനിലെ 4ാമത്തെ വലിയ പാർട്ടിയാണ് TLP എന്ന ഇസ്ലാം മതമൗലിക പാർട്ടി. ലാഹോറിലും കറാച്ചിയിലും ഗാസ മാർച്ചുകൾ സംഘടിപ്പിച്ച് പട്ടാളവുമായി ഏറ്റുമുട്ടുന്ന TLP അസീം മുനീറിനും ഷെഹബാസ് ഷെരീഫിനും ഒരുപോലെ തലവേദനയാണ്. ഇതിന് സമാന്തരമായി താലിബാനും പാക് സൈന്യവും തമ്മിൽ ശക്തമായ ഏറ്റുമുട്ടൽ തെക്കൻ പാകിസ്ഥാൻ പ്രദേശമായ ഹെൽമണ്ട് പ്രവിശ്യയിൽ നടക്കുന്നുണ്ട്. അതിർത്തി സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ പാക് മന്ത്രിക്കും സൈനിക ഉദ്യോഗസ്ഥർക്കും വിസ നിഷേധിച്ച് അഫ്ഗാനിസ്ഥാൻ. പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖുജ ആസിഫ്, ഇന്റലിജൻസ് മേധാവി അസീം മാലിക്, 2 മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ എന്നിവർക്ക് അഫ്ഗാൻ അധികൃതർ പ്രവേശനം നിഷേധിച്ചതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. തുടർച്ചയായ ദിവസങ്ങളിൽ 3 തവണ ഇവരുടെ വിസ അപേക്ഷകൾ നിരസിച്ചതായാണ് വിവരം. ഇരു അയൽ രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായിക്കൊണ്ടിരിക്കുകയാണെന്ന് വിസ നിരസിച്ച വാർത്ത പുറത്തുവിട്ട അഫ്ഗാൻ മാധ്യമമായ ടോളോ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു. 2021 മുൻ നിലപാടിൽ നിന്ന് ഇപ്പോൾ മലക്കം മറിഞ്ഞതിന് പിന്നിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷമാണ് കാരണം. പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെ ഭീകരാക്രമണങ്ങൾ നടത്തുന്ന തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാൻ എന്ന പാക് താലിബാൻ സംഘടനയ്ക്ക് പിന്തുണ നൽകുന്ന അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തിന്റെ നയത്തിലുള്ള അതൃപ്തിയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തിയത്. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം നിയമസാധുതയുള്ളതല്ലെന്ന് പാകിസ്ഥാൻ പ്രഖ്യാപിച്ചിരുന്നു. US പിന്തുണയുണ്ടായിരുന്ന ജനാധിപത്യ സർക്കാരിനെ സായുധ കലാപത്തിലൂടെ അട്ടിമറിച്ച് അഫ്ഗാനിസ്ഥാനിൽ അധികാരത്തിലെത്തിയ താലിബാൻ ഭരണകൂടത്തെ പിന്തുണച്ച ആദ്യത്തെ രാജ്യമായിരുന്നു പാകിസ്ഥാൻ. ഈ സൗഹൃദത്തിൽ നിന്നാണ് ഇപ്പോൾ ശത്രുതയിലേക്ക് വഴിമാറിയിരിക്കുന്നത്. ഈ അവസരം മുതലെടുത്ത ഇന്ത്യയും അഫ്ഗാനും പരസ്പരമുള്ള ഈ അടുപ്പം ശത്രുവിന്റെ ശത്രു മിത്രമെന്ന ചാണക്യതന്ത്രം ആവിഷ്കരിക്കാൻ വേണ്ടിയാണ്. താലിബാൻ ഭരണകൂടം ഇപ്പോഴും അന്താരാഷ്ട്ര ഉപരോധങ്ങൾ നേരിടുന്നുണ്ട്. സുരക്ഷാ സമിതി നൽകിയ ഒരു പ്രത്യേക ഇളവ് വഴിയാണ് മുത്താക്കിയുടെ യാത്ര സാധ്യമായത്. ഏതായാലും സൗദിയും ഖത്തറും മധ്യസ്ഥ ശ്രമം തുടങ്ങിയിട്ടുണ്ട്. കാത്തിരുന്ന് കാണുക എന്ന നയം സ്വീകരിക്കുന്നതാകും ഇന്ത്യക്ക് ഉചിതം. നിലവിലെ അഫ്ഗാൻ ഭരണകൂടത്തെ ഒരു പൂർണ്ണ അന്താരാഷ്ട്ര പങ്കാളിയായി കാണാൻ ഇന്ത്യ ഇതുവരെ തയ്യാറായിട്ടില്ല. അതിന് അനവധി കാരണങ്ങളുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ ഉപരോധങ്ങൾക്ക് പുറമെ താലിബാനുമായി ഒരു നല്ല ബന്ധം സ്ഥാപിക്കുന്നതിൽ നിന്ന് ഇന്ത്യയെ പിന്തിരിപ്പിക്കുന്ന മറ്റ് ചില കാരണങ്ങൾ
വിമാനങ്ങളുമുണ്ട്. 1999 ഡിസംബറിൽ നടന്ന ഇന്ത്യൻ എയർലൈൻസ് 814 വിമാന റാഞ്ചലിൽ താലിബാൻ വഹിച്ച പങ്ക് ഒരിക്കലും നമ്മുടെ രാജ്യത്തിന് വിസ്മരിക്കാനാവില്ല. ഈ വിമാന റാഞ്ചലിലൂടെ ഇന്ത്യയുടെ ജയിലിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട ഭീകരവാദികളെയും വിമാനം റാഞ്ചിയവരെയും കാണ്ഡഹാറിൽ വീരപരിവേഷം നൽകി സ്വീകരിച്ചു. 1996-നും 2002-നും ഇടയിൽ അഫ്ഗാൻ ഭരിച്ചിരുന്നപ്പോൾ താലിബാൻ ഇന്ത്യയോട് കാട്ടിയ ക്രൂരതയുടെ ഉത്തമ ഉദാഹരണമായിരുന്നു ഈ സംഭവം. പാകിസ്ഥാന്റെ ISI ഒരു ഭാഗമെന്ന രീതിയിലാണ് അന്ന് താലിബാൻ പെരുമാറിയിരുന്നത്. 1992 മുതൽ കാബൂൾ നിയന്ത്രിച്ചിരുന്ന വടക്കൻ സഖ്യത്തെ തുരത്തി ഓടിക്കാനുള്ള പോരാട്ടത്തിനായി അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്ന് ആളുകളെ കണ്ടെത്തി അവർക്ക് ആയുധങ്ങളും പരിശീലനവും ആയുധ ഉപദേഷ്ടാക്കളെയും നൽകി മൊല്ല കമാൻഡർമാരുടെ ശൃംഖല ഒരുക്കിയത് ISI പ്രവർത്തകർ ചേർന്നാണ്. ശേഷം ഈ ഭരണകൂടത്തിന്റെ പിന്തുണക്കാർ കശ്മീരിലേക്ക് കടന്നുകൂടി. ഈ ഒഴുക്കിന്റെ വേഗം കുറയുന്നതിന് മുൻപ് ഇന്ത്യൻ സൈന്യത്തിന് നൂറുകണക്കിന് പേരെ വധിക്കേണ്ടി വന്നു. 2021 ഓഗസ്റ്റിൽ താലിബാൻ വീണ്ടും അധികാരം പിടിച്ചെടുത്തു. ഈ വിജയത്തിന് പിന്നിലും പാകിസ്ഥാന്റെ സംഭാവനയുണ്ടായിരുന്നു. ഇതോടെ 1990കളുടെ അവസാനം നിലനിന്നിരുന്ന സാഹചര്യം തിരികെ എത്തുന്നതാണ് കാണാനായത്. അഫ്ഗാനിസ്ഥാനിലെ കാബൂളിൽ വ്യോമാക്രമണം നടത്തിയ പാകിസ്ഥാനെതിരെ ശക്തമായ തിരിച്ചടിയാണ് താലിബാൻ സൈന്യം നൽകിയത്. താലിബാൻ ആക്രമണത്തിൽ 58 പാക് സൈനികർ കൊല്ലപ്പെട്ടു. നിരവധി പാക് പട്ടാളക്കാർക്ക് പരിക്കേറ്റു. അതിശക്തമായ താലിബാൻ തിരിച്ചടിയിൽ നിരവധി പാക് സൈനികർ അവരുടെ സൈനിക പോസ്റ്റിൽ നിന്നും ഓടി രക്ഷപ്പെടുന്ന വീഡിയോ കഴിഞ്ഞ ദിവസം പ്രചരിച്ചിരുന്നു. പാക് സൈന്യത്തിന്റെ ദൗർബല്യം വെളിവാകുന്നതായിരുന്നു ഈ ഭീരുത്വ പ്രകടനം. താലിബാനെ നേരിടാൻ സൗദിയുടെ സഹായം പാകിസ്ഥാൻ തേടിയെങ്കിലും അത് നിഷേധിക്കുകയായിരുന്നു കിരീടാവകാശിയായ മുഹമ്മദ് ബിൻ സൽമാൻ. ഇതോടെ പാകിസ്ഥാനെ ആരെങ്കിലും ആക്രമിച്ചാൽ അവരെ സൗദി തിരിച്ചടിക്കുമെന്ന പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ അവകാശവാദം പൊളിഞ്ഞു. 2 ഇസ്ലാമിക മതമൗലികവാദ ഗ്രൂപ്പുകളുടെ ആക്രമണത്തിനിടയിൽപ്പെട്ട് ഞെരുങ്ങുന്ന പാകിസ്ഥാനെ സഹായിക്കാൻ അമേരിക്കയോ തുർക്കിയോ സൗദിയോ രംഗത്തില്ല. ഇതിനിടയിലാണ് ഇന്ത്യക്കെതിരെ ചില ഭീകരാക്രമണം നടത്താൻ പാകിസ്ഥാൻ ഭീകരരെ ഒരുക്കുന്നതായ വാർത്ത 2 ആഴ്ച മുമ്പ് പ്രചരിച്ചത്. സർക്രീക്ക് എന്ന ഗുജറാത്തിനടുത്തുള്ള ഇന്തോ പാക് അതിർത്തി പ്രദേശത്താണ് പാക് ഭീകരരും സൈന്യവും ചില നീക്കങ്ങൾ നടത്തുന്നതായി വാർത്തയുണ്ടായിരുന്നത്. എന്നാൽ താലിബാന്റെ തെഹ്രീക്ക് ലബായിക് പാകിസ്ഥാന്റെയും ആക്രമണങ്ങൾ ശക്തമായതോടെ സ്വന്തം രാജ്യത്തെ പല കഷ്ണങ്ങളായി മുറിയുന്നതിൽ നിന്നും രക്ഷിക്കാൻ പെടാപ്പാടുപെടുകയാണ് അസീം മുനീറും ഷഹബാസ് ഷെരീഫും. ഇതിനിടെ തിങ്കളാഴ്ച നടന്ന നിയമസഭാ സമ്മേളനത്തിൽ പാകിസ്ഥാൻ തെഹ്രീക്ക് ഇൻസാഫ് സ്ഥാനാർത്ഥി സുഹൈൽ അഫ്രീദി ഖൈബർ പഖ്തൂൺഖ പ്രവിശ്യയുടെ പുതിയ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. പ്രതിപക്ഷം വാക്കൌട്ട് ചെയ്തിട്ടും ഖൈബർ പഖ്തൂൺഖ നിയമസഭാ സ്പീക്കർ ബാബർ സലീസ്വാദി വോട്ടെടുപ്പ് പ്രക്രിയ തുടർന്നു. 145 വോട്ടുകളിൽ 90 വോട്ടുകളും അഫ്രീദിക്ക് ലഭിച്ചു. അതേസമയം ജമിയത്ത് ഉലമാ ഇ ഇസ്ലാം, പാകിസ്ഥാൻ മുസ്ലിം ലീഗ്, പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി എന്നീ പാർട്ടികളുടെ സ്ഥാനാർത്ഥികൾക്ക് ഒന്നും ലഭിച്ചില്ല. അതേസമയം പാകിസ്ഥാൻ തെഹ്രീക്ക് ഇൻസാഫ് സ്ഥാപകൻ ഇമ്രാൻ ഖാനോട് സുഹൈൽ അഫ്രീദി നന്ദി പറഞ്ഞു. ഒരു ലളിതമായ തൊഴിലാളിയെയും ഒരു മധ്യവർഗ കുടുംബത്തിൽ നിന്നുള്ള രാഷ്ട്രീയവുമായി യാതൊരു കുടുംബ ബന്ധവുമില്ലാത്ത ഒരാളെയും മുഖ്യമന്ത്രിയായി അദ്ദേഹം തിരഞ്ഞെടുത്തു, സുഹൈൽ അഫ്രീദി പറഞ്ഞു. കൂടാതെ പാർട്ടിക്ക് വേണ്ടി ഉത്സാഹത്തോടെ പ്രവർത്തിക്കുമെന്നും അഫ്രീദി പ്രതിജ്ഞയെടുത്തു.